കിരൺലാലല്ലടാ, നിന്നോട് കിരൺലാലെന്ന്. എല്ലായിടത്തും കയറി നോക്കണം. എന്റെ പൊന്നുമോളെ, അയ്യോ എനിക്ക് ഞാനടാ പൊന്നുമോളെ, അച്ഛനത്തേക്ക് പോയല്ലോടി. ഹലോ, സി എ ഹിയർ. സി എ സതീഷ്, ഞാൻ ACP ആണ് സാർ. കിരൺലാലിന്റെ ഭാര്യയുടെ കേസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് സാർ. താനും ആ സ്ക്വാഡിലുണ്ടോ? ഓക്കെ സാർ. SIക്ക് സസ്പെൻഷനാ സാർ. അത് ഓ സാർ, ആ SI ഒന്ന് വിളിച്ചടോ. ശരി സാർ. സാർ, താൻ എന്ത് ഉലുമാലക്കേടോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്താ സാർ? എടോ, ആ ജയ്ഹിന്ദ് പത്രത്തിന്റെ MD വരുന്നുണ്ട്. അവരുടെ കേസ് മുകളിലേക്ക് പോയിരിക്കുക. എടോ, അതല്ല, അവര് കൊടുത്തിരിക്കുന്ന കേസുണ്ടല്ലോ, മുകളിലേക്ക് ഊർജിതമായിട്ട് അന്വേഷണം പോയിരിക്കുക. തനിക്ക് സസ്പെൻഷൻ ഉറപ്പാ. സാർ, ഞാനൊരു താൻ എങ്ങനെയെങ്കിലും കയ്യും കാലും പിടിച്ച് ആ സസ്പെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ നോക്ക്. നമസ്കാരം. കേസിനെ സംബന്ധിച്ച് എന്തായി മാഡം? അത് നിങ്ങൾ ഇനിയൊന്നും പറയണ്ട. ഒന്നല്ലെങ്കിൽ പ്രതിയെ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് അന്വേഷണം ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്തകൾ വിശദമായി. ജയ്ഹിന്ദ് പത്രാധിപൻ ശ്രീ കിരൺലാലിന്റെ ഭാര്യയുടെ മരണത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുനരന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് തീരുമാനമായി. നമ്മുടെ ശങ്കുണ്ണിയേട്ടന്റെ മോള്. ദൈവമേ. പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ റോസ്മേരി ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. സാധാരണ വീഴ്ചയിൽ പറ്റിയ പരിക്ക് മൂലം രക്തം വാർന്ന് മരണപ്പെട്ടതായി സ്ഥലത്തെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പറഞ്ഞോളൂ സുകുമാരൻ സാർ. ഓക്കെ, ശരി. CA സതീഷ് ഒരു തരത്തിലും വഴങ്ങാത്ത ഒരു മൂരാച്ചി സ്വഭാവക്കാരനാണ്. അയാളുടെ അന്വേഷണം മുഴുവനും ഒപ്പന് നേരെയാ. അതിനിടയ്ക്ക് കിരൺലാലിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാ അവന്റെ വീട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ കൊന്നിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. ഒരബദ്ധം പറ്റിപ്പോയി. അബദ്ധം? നാണമില്ലല്ലോടാ നിനക്കൊക്കെ ഇത് പറയാൻ. കൊന്നിരിക്കുന്നതേ ഒരു ജേർണലിസ്റ്റിന്റെ ഭാര്യയാ. മീഡിയക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ?
നമുക്ക് സ്വാധീനമുള്ളവർ വരെ ഈ കേസിൽ മുഖം തിരിച്ചെന്ന് വരും. ആദ്യം അന്വേഷണത്തിന്റെ സ്വഭാവം മനസ്സിലാക്കട്ടെ. അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതിനിടയിൽ ബൊപ്പൻ പുറത്തിറങ്ങരുത്. ബൊപ്പനെ പിടികൂടരുത്. സാരമില്ല, ബൊപ്പന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ വെക്കോ. വാ. ഇരിക്കൂ. ലാലേ, നഷ്ടപ്പെട്ടൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇതൊക്കെ വിധിയെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കാണ്ട് ഓഫീസിൽ വരണം. അനഘയ്ക്ക് ഇപ്പോഴാവശ്യം സ്നേഹവും പരിചരണവുമാണ്. അത് കിരൺ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനൂസിനെ അമ്മയെ പോലെ പരിചരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെ എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ അടുത്താണ്. നാളെ അവളോട് വരാൻ പറയട്ടെ. വളരെ നല്ലൊരു കാര്യമാണ് മോളെ. എനിക്കാണ് തീരെ വയ്യാതെയായി. എന്നെപ്പോലെ ഇവനെപ്പോലെയുള്ള ഒരാളെ അല്ല ഇന്നതൊക്കെ ആവശ്യം. അവളെ സ്നേഹിക്കാനും പരിചരിക്കാനും പറ്റിയ അമ്മയെപ്പോലൊരാൾ. അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി മോളുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരാൻ പറയൂ. വിരോധമില്ല. എന്താ മോനെ? ഗൗരിക്ക് എത്ര വിശ്വാസമാണെങ്കിൽ വരാൻ പറയൂ. ആരും കാണാതെ ബീഡി വലിക്കുമ്പോഴേ ആലോചിക്കണം ഇങ്ങനെ കിടന്ന് ചുമച്ച് തളരുമെന്ന്. എന്തെങ്കിലും വന്നാലേ അനുഭവിക്കാൻ ഞങ്ങളേ ഉള്ളൂ. വായിൽ ചോമാറാൻ ഒരു ബീഡി വലിച്ചുള്ളൂ. ഒരു ബീഡി, ഒരു കെട്ട് ബീഡി വലിച്ചിട്ടുണ്ടാവും. വഴിയെ പോണ പിള്ളേരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടാവും. ഇത് കുടിക്ക്. നിങ്ങളുടെ ഈ കുര കാരണം എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആരും പറഞ്ഞേ നിന്റെ കൂർക്കമ്പലി കാരണം എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിക്ക എന്റെ മെക്കെട്ട് കയറാൻ. ഇപ്പൊ അങ്ങനെ ഇനിയിപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും വഴക്കൂടണ്ട. തുടങ്ങിയാ പിന്നെ നിർത്തൂല. എന്താ ചെയ്യാ? അയ്യപ്പോ, എന്താ ചുമക്കുന്ന? വീഡിയോയില് വീട്ടിൽ തുടങ്ങിയോ? ഒന്നും പറയണ്ട എന്റെ ഏട്ടാ. എത്ര പറഞ്ഞാലും കേൾക്കാതായി. പീടി വലിക്കാൻ ശ്വാസം മുട്ടലുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ വലിക്കുന്നേ? ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ വിളിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറയില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ. അയാളത് മറന്നുപോയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഞാനും ഓരോന്ന് പിടിപ്പിക്കാറുണ്ട്. ആരോടാ പറയാ? ചേട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട മോളെ. ഞാനിപ്പോ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. എന്റെ മരുമകളുടെ കുട്ടി ആക്സിഡൻ്റായ ആശുപത്രിയിലാണ്. അവളെ പരിചരിക്കാൻ ഒരാൾ വേണം. ഗൗരിയ നന്ദിനിയുടെ കാര്യം എന്നോട് പറഞ്ഞത്. അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അയ്യപ്പന് വീട് തമ്മിൽ ചെറുപ്പം മുതലേ അറിയാമല്ലോ. അല്ല അത് അയ്യോ എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? നമ്മൾ ഇന്നും ഇന്നലെ പരിചയപ്പെട്ടതല്ലല്ലോ, വർഷങ്ങളോളം പരിചയമുള്ളതല്ലേ. ആ കാര്യത്തിൽ മോള് പേടിക്കണ്ട. അപ്പൊ വരുന്നതിൽ വിരോധമില്ലെങ്കിൽ നാളെ കാലത്ത് ഒരു ഓട്ടോയിലേക്ക് വന്നാ മതി. എന്നാ ഇറങ്ങട്ടെ. പഞ്ചസാര ഇത് തന്നെ.
എന്ത് ചെയ്യാ, പെണ്ണ് ചെയ്യേണ്ട പണിയാ. എന്താ ചായ എന്നെ കൊണ്ട്? എന്നാ ചായ. താങ്ക് യു. എൻ്റെ അമ്മോ. എന്താ മോനെ, ചായക്ക് മധുരം കൂടിയോ? ബെസ്റ്റ് ചായ. ആ, അതേ കറണ്ട് പോയി. ആരാ ഇത്? അത് വേറെ ആരുമല്ല, അമ്മാവൻ ഇന്നലെ പറഞ്ഞ പെണ്ണ. ആ, വാ മോളെ വാ. നമസ്കാരം. കൊച്ചുമോള, അന്നത്തെ സംഭവത്തിന് ശേഷം ഇപ്പോഴാ എൻ്റെ കൊച്ചുമോളുടെ ശബ്ദം കേൾക്കുന്നത്. അനഘയെ കുറിച്ച് ഗൗരി എപ്പോഴും പറയാറുണ്ട്. എനിക്കവളെ കാണാൻ കൊതിയാവുന്നുണ്ട്. വരുമോളെ. ഉറക്കായോ? അപ്പോ ഒരു ചായ കുടിച്ചാലോ? അമ്മാവ, പഞ്ചസാര. അമ്മാവൻ ഇനി ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാ. അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടിയാ ഞാൻ വന്നേക്കുന്നേ. എവിടെയെങ്കിലും സുഖമായിട്ട് പോയിരുന്നു. ഓ കൃഷ്ണ ഭഗവാനെ.